പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബൈപ്പാസ് റോഡിന്റെ ദുർവിധിയാണ് ഇനി പറയുന്നത്. മലപ്പുറം മഞ്ചേരിയിൽ കച്ചേരിപ്പടിയിൽ നിന്ന് പാണ്ടിക്കാട് റോഡിലേക്ക് കയറാവുന്ന ബൈപ്പാസാണ് തകർന്നു കിടക്കുന്നത്. ഫണ്ട് അനുവദിച്ചിട്ടും പണി തുടങ്ങാറായില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പ്രദേശത്ത് അപകടങ്ങളും പതിവാണ്. പൊളിഞ്ഞ് ഇല്ലാതായി പോയ ഒരു റോഡിന്റെ മുന്നിലാണ് ഈ നിൽക്കുന്നത്. ഇത് മഞ്ചേരി ബൈപ്പാസാണ്. മലപ്പുറം റോഡിൽ നിന്ന് പാണ്ടിക്കാട് റോഡിലേക്ക് കടക്കാവുന്ന ബൈപ്പാസാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. പരാതി പറഞ്ഞ് മടുത്തു ഈ നാട്ടുകാർക്കും. മഞ്ചേരി മലപ്പുറം റോഡിൽ നിന്ന് പാണ്ടിക്കാട് റോഡിലേക്ക് എത്താൻ ഒരു ബൈപ്പാസ് വന്നപ്പോൾ നാട്ടുകാർ സന്തോഷിച്ചു. ഗതാഗതക്കുരുക്കിൽപ്പെടാതെ യാത്ര ചെയ്യാമല്ലോ എന്നായിരുന്നു ചിന്ത. എന്നാൽ എപ്പോൾ നോക്കിയാലും ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു തന്നെ. ചില ഭാഗങ്ങളിൽ റോഡ് തന്നെ ഒലിച്ചുപോയ സ്ഥിതി. അപകടങ്ങൾ, വാഹനങ്ങൾക്കുള്ള കേടുപാടുകൾ എന്നിവയെല്ലാം പരാതി പറഞ്ഞു മടുത്തു. നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഈ വണ്ടിയും കൊണ്ട് പോകുന്ന സ്ഥലമാണ്. ഇല്ലെങ്കിൽ തന്നെ ഈ ഭാഗത്തേക്ക് എന്താണെങ്കിലും ഗതാഗതം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 3 ബൈപ്പാസിലും എല്ലാ ബസ്സും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു മന്ദഗതിയിലാണ് ഇപ്പോൾ ഈ റോഡ് നിൽക്കുന്നത്. അത്രയും വികസനമായ ഒരു സ്ഥലമാണ്, അത്രയും ദയനീയമാണ്. വളരെ മോശമാണ്. കാരണം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തന്നെ കാണുന്നതാണ്. ഡെയിലി ആൾക്കാർ ഇതിൽ വന്നിട്ട് കുണ്ടിൽ വീണിട്ട് വണ്ടി കേടാവുന്നതും മുറിയാവുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. പിന്നെ ചില ഭാഗത്തൊന്നും റോഡേ ഇല്ല. അപ്പോൾ നിങ്ങൾ താഴത്തൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും റോഡേ ഇല്ല അവിടെ. പിന്നെ മുകളിലും അവിടെയും റോഡില്ല. വളരെ ബുദ്ധിമുട്ട് ട്രാവൽ ചെയ്യാൻ. പൊതുമരാമത്ത് വകുപ്പിനും മുഖ്യമന്ത്രിക്കും വരെ പരാതി നൽകി. PWD ഓഫീസിലേക്ക് സമരം നടത്തി. പക്ഷേ 2.5 വർഷമായി റോഡ് തകർന്നു തന്നെ. ഇപ്പോൾ അറിയുന്നത് 5 കോടി രൂപ റോഡിന് പാസ്സായി എന്നാണ്. എന്നാൽ പണി നടക്കുന്നില്ല. കരാർ ഏറ്റെടുത്തയാൾ മഴ കാരണം പണി തുടങ്ങുന്നില്ലത്രേ. സ്ഥലത്ത് കുറച്ച് കല്ലിറക്കിയിട്ടുണ്ട്, മറ്റൊന്നുമില്ല. ഈയൊരു പ്രദേശത്തു മാത്രം 200-ലേറെ വീടുകളിലേക്കുള്ള വഴിയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ വേറെ. പണി എന്ന് തുടങ്ങുമെന്ന് ഒരു പിടുത്തവുമില്ല. പരാതി കൊടുത്തു. സർക്കാർ ഫണ്ട് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് പരാതി അത് മാത്രമല്ല, റോഡ് വൃത്തിയാക്കണം മാത്രം, റോഡ് അറ്റകുറ്റപ്പണി മാത്രമല്ല, അത് സിഗ്നേറ്റ് സ്ഥാപിക്കണം പറഞ്ഞുകൊണ്ട് പരാതി നമ്മൾ കൊടുത്തിരുന്നു. അതിൽ 5 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തോളം ഇതുവരെ വർക്കും കാര്യങ്ങളും നടന്നിട്ടില്ല. ഇത് നല്ല റോഡായിരുന്നു. നമ്മളെ ഈ മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ബൈപ്പാസ് ആയിരുന്നത്. പിന്നെ ഒന്ന് ഈ ഭാരവാഹനങ്ങൾ, വെയിറ്റ് കൂടിയ വാഹനങ്ങൾ കണ്ടമാനം ഇതിൽ പോകുമായിരുന്നു. അങ്ങനെയാണ് ഈ റോഡ് നാശമായത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നീരുറവ ഉള്ള സ്ഥലങ്ങളിൽ അതൊരു എഫക്റ്റീവായിട്ട് തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം അതും ശരിക്കില്ല. 2 കിലോമീറ്ററോളം ദൂരമാണ് ഈ ബൈപ്പാസിനുള്ളത്. തെരുവിളക്കുകൾ ഇല്ലാത്തതുൾപ്പെടെ മറ്റു പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കി തരൂ എന്നുള്ളതാണ് നാട്ടുകാർ അപേക്ഷിക്കുന്നത്. പറ്റാനവസ്ഥയാണ്. ഞാനിപ്പോൾ ഈ റോഡ് കൂടെ വന്നപ്പോൾ തന്നെ ഇതിന് മുൻപത്തെ ഒരു ദിവസം അവിടെ വീണിരുന്നു. ഇത്ര വലിയ ഉണ്ട കല്ലുകളാണ് പൊന്തി നിൽക്കുന്നത്. വലിയ കല്ലുകളാണ്. നമുക്ക് ബൈക്കും കൊണ്ട് 2 വീലർ പ്രത്യേകിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ കവളങ്ങാട്ടിൽ നമ്മൾ ആ ലാസ്റ്റ് തുടങ്ങിയിട്ട് ഇവിടെ ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് റോഡില്ല. റോഡ് മുഴുവൻ നവീകരിക്കാൻ ഫണ്ടില്ലെന്ന മറുപടിയാണത്രേ പൊതുമരാമത്തിൽ നിന്ന് ലഭിച്ചത്. ജനങ്ങൾ എന്തു പറയാൻ? എത്ര കാലം ഈ ഗതികേട് സഹിക്കണം? അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഫണ്ടില്ലാത്തതുമല്ല അവിടുത്തെ മഞ്ചേരിയിലെ പ്രശ്നം. ഇനിയും കല്ലിറക്കി ഇങ്ങനെ കണ്ണിൽ പൊടിയിടാതെ, ആ നടുവൊടിക്കാതെ ആളുകൾക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കട്ടെ. അതിനുള്ള പണി ഇനിയെങ്കിലും എടുക്കട്ടെ അവരൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.